ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നാളെ കിരണ്ണും ദുർഗയ്ക്കും വിരുന്നിന് പോകേണ്ട ദിവസമല്ലേ? അവർക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സുകളും ഗിഫ്റ്റുകളും ഒക്കെ മേടിച്ചതാ. അതെന്തിനാ നീ വാങ്ങിയത്? വാ. എന്താ ചേച്ചി ഇതൊക്കെ? നിങ്ങൾക്ക് വിരുന്ന് പോകുമ്പോ കൊണ്ടുപോകാനുള്ള ഗിഫ്റ്റുകളാ ഇതൊക്കെ. ദാ വാങ്ങിക്ക. ദാ കിരൺ. ഇതൊക്കെ വാങ്ങി ചേച്ചി എന്തിനാ ബുദ്ധിമുട്ടിയത്? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങിത്തരേണ്ടത് എന്റെ കടമയല്ലേ? താങ്ക് യു ചേച്ചി. ഞാൻ ചോദിച്ചതിന് നീ എന്താ മറുപടി പറയുന്നത്? ഇവർക്ക് വിരുന്നിന് കൊണ്ടുപോകാനുള്ള ഗിഫ്റ്റ് നീ എന്തിനാ വാങ്ങിച്ചത്? പൃഥ്വിക്കും അഷിതയ്ക്കും ഞാൻ തന്നെയല്ലേ ചെറിയമ്മ വാങ്ങിയത്, അതുപോലെ തന്നെ ഇവർക്കും വാങ്ങി. അപ്പോ നിനക്ക് പൃഥ്വി ഇവനും ഒരുപോലെയാണോ? പറ പൂർണിമേ, നിന്റെ അനുജൻ പൃഥ്വിയും അച്ഛൻ ആരാന്നറിയാത്ത ഇവനും നിനക്ക് ഒരുപോലെയാണോ? ചെറിയമ്മ എന്തിനെങ്ങനെ ആവശ്യമില്ലാത്ത ഓരോ വർത്താനമൊക്കെ പറയുന്നേ? നിങ്ങൾ ചെല്ലാൻ നോക്ക്. നിക്ക്, എന്താവശ്യമില്ലാത്ത കാര്യമാ ഞാൻ പറഞ്ഞത്. ഇവന്റെ അച്ഛൻ ആരാണെന്ന് ഇവൻ അറിയില്ല എന്നത് സത്യമല്ലേ? എനിക്ക് എന്റെ അച്ഛനെ അറിയില്ലെന്ന് ആന്റിയോട് ആരാ പറഞ്ഞേ? ആ, എങ്കി പറ, ആരാ നിന്റെ അച്ഛൻ? എന്റെ അച്ഛൻ പറ, എന്താ മിണ്ടാതിരിക്കുന്നത്? ആരാ നിന്റെ അച്ഛൻ? എന്റെ അച്ഛൻ. ചന്ദ്രമതി, നിർത്ത്. ആവശ്യമില്ലാത്തൊരു സംസാരം ഇവിടെ വേണ്ട. ഒരാളുടെ പിതൃത്വത്തെ പറഞ്ഞ് കളിയാക്കുന്നത് ശരിയല്ല. പൂർണിമ പറഞ്ഞിട്ടാ ഇവരിവിടെ നിൽക്കുന്നത്. അപ്പൊ ഇവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ടത് പൂർണിമയുടെ കടമയാ. ലോകത്തെങ്ങും ഇല്ലാത്തൊരു കടമ. പാവം, പേടിച്ചു പോയെന്ന് തോന്നുന്നു. ആ മനുഷ്യന്റെ വാഗൊണ്ട് ഞാൻ മകനാണെന്ന് പറഞ്ഞ എന്നെ അംഗീകരിക്കാതെ മഹാദേവൻ എന്റെ അച്ഛനാണ് ഞാൻ ആരോടും പറയില്ല. അതുകൊണ്ട് പേടിക്കണ്ടെന്ന് ചേച്ചി എനിക്ക് ജന്മം തന്ന ആളോടൊന്ന് പറഞ്ഞേക്ക്. ഈ വീട്ടിൽ ഞാൻ ബഹുമാനിച്ചിരുന്ന 2 വ്യക്തികളാ, ചേച്ചിയും മഹാദേവൻ അങ്കിളും. പക്ഷെ സ്വന്തം ചോരെ മറ്റുള്ളവർ അപമാനിക്കുന്നത് കണ്ടിട്ടും സ്വന്തം സുരക്ഷ മാത്രം നോക്കുന്ന ആ മനുഷ്യനോട് എനിക്കിപ്പോ സഹതാപം.